ചോദ്യം വായിക്കുക. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് 3 മണിക്കൂർ അല്ലേ യാത്ര ചെയ്തു. ആ 3 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ആ കാറിൻ്റെ വേഗത എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 40 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു? 3 × 40 120 കിലോമീറ്റർ ദൂരം ഞാൻ ആ യാത്രയിൽ സഞ്ചരിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിൽ 40 വെച്ച്, അപ്പോൾ 1 മണിക്കൂറിൽ 40, 2 മണിക്കൂറാകുമ്പോൾ 80, 3 മണിക്കൂറാകുമ്പോൾ 120. അങ്ങനെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആ 3 × 40 എന്ന് വെച്ചാൽ വേഗത ഇൻറ്റു സമയം, അതാണ് ദൂരം. അതുപോലെ രണ്ടാമത്തെ കേസ് എന്താണ്? അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു 5 മണിക്കൂർ കൊണ്ട് അല്ലേ, ശേഷിക്കുന്ന 5 മണിക്കൂർ കൊണ്ട് ഞാൻ അല്ലേ എത്ര വേഗത്തിൽ? 48 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ച ദൂരം 5 × 48 240 കിലോമീറ്റർ ദൂരം. അത്രയും കിലോമീറ്റർ ദൂരമാണ് ഞാൻ സഞ്ചരിച്ചത്. ഇനി നോക്കിയാൽ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ 3 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. രണ്ടാമത്തത് 5 മണിക്കൂർ കൊണ്ട് 240 കിലോമീറ്റർ ദൂരം ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ നോക്കിയാൽ എനിക്കറിയാം ആകെ 5 + 3 എത്ര മണിക്കൂർ? 8 മണിക്കൂർ കൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചത്. എത്ര ദൂരം? 120, 240, 360 കിലോമീറ്റർ ദൂരം ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ ശരാശരി വേഗത എങ്ങനെ പറഞ്ഞു? ആവറേജ് സ്പീഡ് എങ്ങനെയായിരിക്കും? ശരാശരി വേഗത എങ്ങനെ പറയും? 360 ഡിവൈഡഡ് ബൈ 8. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 എത്ര ദിവസമുണ്ട്? 4 തവണ. 4 32, മിച്ചം ഒരു 4, 40 5. അപ്പോൾ എത്ര? 45 km/മണിക്കൂർ വേഗത്തിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ആൻസർ ബി ആണ്. ഈ ചോദ്യം നമുക്ക് വളരെ പെട്ടെന്നും ചെയ്യാൻ പറ്റുന്നതാണ്. അതിങ്ങനെയാണ്: ആദ്യത്തെ 3 മണിക്കൂർ 40 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു എന്ന് വെച്ചാൽ 3 × 40 അത്രയും കിലോമീറ്റർ ആണ് ആ യാത്രയിൽ സഞ്ചരിച്ച ദൂരം. അതുപോലെ രണ്ടാമത്തത് 5 മണിക്കൂർ 48 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പോൾ അവിടെ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കാം? 5 × 48. അപ്പോൾ ആദ്യം സഞ്ചരിച്ച ദൂരമാണ് 3 × 40, രണ്ടാമത് സഞ്ചരിച്ചതാണ് 5 × 48. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരമാണെങ്കിലോ രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ആകെ എത്ര സമയമെടുത്തു? ആദ്യം 3 മണിക്കൂർ, പിന്നെ എത്ര മണിക്കൂർ? 5 മണിക്കൂർ. അങ്ങനെ മുകളിൽ 120, പിന്നെ 240 ഡിവൈഡ് ബൈ 8. അപ്പം 360/8 നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈക്വൽ ടു 45 km/മണിക്കൂർ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം.